2025 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് MBBSനും BDSനും BSc നഴ്സിംഗിനും അഡ്മിഷൻ ലഭിക്കാനുള്ള ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ 3rd റൗണ്ടിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റും അതിൻ്റെ ജോയിനിങ് ഡേറ്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഇൻസ്ട്രക്ഷൻസുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. MBBSൻ്റെയും BDSൻ്റെയും BSc നഴ്സിംഗിൻ്റെയും എയിംസിൻ്റെയും ജിപ്മറിൻ്റെയും ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് ക്യാമ്പസുകളുടെ 15% സീറ്റും ഡീംഡ് മെഡിക്കൽ കോളേജുകളും ESI മെഡിക്കൽ കോളേജുകളും ഉൾപ്പെടെയുള്ള MBBSൻ്റെ സീറ്റുകളും അതിനോടൊപ്പം BDSൻ്റെയും BSc നഴ്സിംഗിൻ്റെയും സീറ്റുകളിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഈ 3rd റൗണ്ടിൽ ചോയ്സ് ഫില്ല് ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ അത് ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം ഒരു ചേഞ്ച് ആഗ്രഹിച്ച് 3rd അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുത്തവരോ അതോ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു കോളേജിലും അഡ്മിഷൻ ലഭിക്കാതിരുന്നതിന് ശേഷം 3rd റൗണ്ടിൽ ഒരു കോളേജ് ലഭിക്കാനുള്ള ആഗ്രഹത്തോടെ കോഴ്സ് ലഭിക്കാനുള്ള ആഗ്രഹത്തോടെ ചോയ്സ് ഫില്ല് ചെയ്തവരോ ആരുമാവട്ടെ, പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 24th എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ പ്രൊഫൈൽ പേജ് ഓപ്പൺ ചെയ്ത് നോക്കുക. എനിക്ക് അഡ്മിഷൻ്റെ മെമ്മോ കാർഡ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പ്രിൻ്റ് എടുത്തതിന് ശേഷം കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിനുശേഷം നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ MBBS കോഴ്സ് നമ്മൾ ഒരു ഡ്രീമായി സെറ്റ് ചെയ്ത് പഠിച്ച് സ്കോർ ചെയ്ത ആ MBBS കോഴ്സ് അല്ലെങ്കിൽ BDS കോഴ്സ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഏതാണോ നമുക്ക് ലഭിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയെ ബേസ് ചെയ്തിട്ട് കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യവും തുടർന്ന് 5.5 വർഷക്കാലം പഠിക്കാനുള്ള കാര്യങ്ങളും എല്ലാ വിദ്യാർത്ഥികളും ചെയ്യുക. ഈ 3rd അലോട്ട്മെൻറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല. ഇനി ജോയിൻ ചെയ്യാതിരുന്നാൽ നമ്മൾ ഇതിൽ നിന്ന് പുറത്താകും. പിന്നെ ഇനി അടുത്തൊരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രേ വേക്കൻസിയാണ്. ആ സ്ട്രേ വേക്കൻസിയിൽ നമ്മെ പങ്കെടുപ്പിക്കുകയുമില്ല. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒരു കോളേജിൽ ലഭിച്ചതിന് ശേഷം ഒരു ചേഞ്ച് ആഗ്രഹിച്ച് 3rd അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തവരാണ്. നമുക്കൊരു ചേഞ്ച് 3rd അലോട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന കോളേജിൽ നിന്നും എല്ലാ ഡോക്യുമെൻസുകളും റിട്ടേൺ കളക്ട് ചെയ്ത് 3rd അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കോളേജ് ഏതാണോ അവിടെ പോയി ജോയിൻ ചെയ്യണം. ഇതുവരെ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റിനെ ബേസ് ചെയ്ത് കോളേജുകളിൽ ജോയിൻ ചെയ്യണം. ഇനി കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ ഇത് സെക്കൻഡ് റൗണ്ടിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ 3rd റൗണ്ടിൽ ഒരു ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലെ അലോട്ട്മെൻറ്റിൽ കോളേജിൽ ജോയിൻ ചെയ്തിരിക്കുന്നിടത്തു നിന്ന് എല്ലാ ഡോക്യുമെൻസുകളും റിട്ടേൺ കളക്ട് ചെയ്ത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ എവിടെയാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത് അവിടെ പോയി ജോയിൻ ചെയ്യാം. ഇനിയല്ല എനിക്ക് ഓൾ ഇന്ത്യയുടെ 3rd അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജ് എനിക്ക് താല്പര്യമില്ല, കേരളത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, കേരളത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചെടുത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നമുക്കവിടെ കണ്ടിന്യൂ ചെയ്യാം. 3rd അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ വഴി ലഭിച്ചെടുത്ത് ജോയിൻ ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഓൾ ഇന്ത്യയുടെ 3rd റൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഫൈനൽ എന്ന് വേണേൽ പറയാം. ഇനി ഒരു ഫൈനൽ ഉണ്ട്, അതെന്താണ്? സ്ട്രേ വേക്കൻസി. ആ സ്ട്രേ വേക്കൻസി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ എന്ന് പറയുന്നത് ഇതുവരെ ഒരു അഡ്മിഷനിൽ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുവരെയുള്ള അലോട്ട്മെൻറ്റിൽ ഞാൻ ഇതുവരെ ഒരു ചോയ്സും ഫില്ല് ചെയ്തിട്ടില്ല. അങ്ങനെ ചോയ്സ് ഫില്ല് ചെയ്യാതിരുന്ന വിദ്യാർത്ഥിക്ക്, ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥിക്ക് സ്ട്രേ വേക്കൻസി പങ്കെടുക്കാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. നമ്മൾ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ 3rd റൗണ്ടിലോ രജിസ്ട്രേഷൻ ചെയ്ത് പങ്കെടുത്തു, ഇതുവരെ ഒരു കോളേജും ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്ട്രേ വേക്കൻസി പങ്കെടുക്കാൻ സാധിക്കുക. ഒരു അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം, അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്കും സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇനി 3rd റൗണ്ടിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നാണ് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. ഇന്ന് 24th നമ്മുടെ പ്രൊഫൈൽ പേജിൽ ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മോ, ഈ ലേറ്റസ്റ്റ് മെമ്മോ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 3rd റൗണ്ടിൻ്റെ ഫൈനൽ ഡേറ്റ് ഇപ്പോൾ പല പ്രാവശ്യം തന്നെ എൻട്രൻസ് കമ്മീഷണർ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഏകദേശം ഒരു 3 ആഴ്ചയോളമാണ് ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഫൈനലായിട്ട് വന്നിരിക്കുന്ന ഡേറ്റ് മനസ്സിലാക്കി വേണം നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ വഴി മുന്നോട്ട് പോകാൻ. ഇവിടെ എൻട്രൻസ് കമ്മീഷണറുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാം. 23rd ഫൈനൽ അലോട്ട്മെന്റ്
അപ്പോൾ ഇന്ന് 24th ആണ്. നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളും നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ചെക്ക് ചെയ്യുക. എനിക്ക് മെമ്മോ വന്നിട്ടുണ്ടോ, എൻ്റെ ഡേറ്റാ കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ആ കോളേജോ കോഴ്സോ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യേണ്ടത് 24th നവംബർ 1 ഇൻ ബിറ്റ്വീൻ നാം കോളേജുകളിൽ ജോയിൻ ചെയ്യണം. അങ്ങനെ 1 മുമ്പായി കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ ഡേറ്റയും കോളേജുകൾ 2 3 ഇൻ ബിറ്റ്വീൻ എൻട്രൻസ് കമ്മീഷണറെ അറിയിക്കുകയും വേണം. അപ്പം നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് 9 days എൻട്രൻസ് കമ്മീഷണർ നൽകിയിട്ടുണ്ട്. 24th മുതൽ നവംബർ 1 വരെ. ഇൻ ബിറ്റ്വീൻ ഉള്ള ഡേയ്സിൽ കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാം ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ആണ്. ഇനി നമ്മുടെ കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗിലേക്ക് വന്നാൽ അവിടെ 2nd റൗണ്ട് വരെ കഴിഞ്ഞു. അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ കോളേജുകളിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി 3rd റൗണ്ടാണ്. അപ്പൊ ഈ 3rd റൗണ്ടിൽ കേരളത്തിന്റെ 3rd റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കണമെങ്കിൽ ഓൾ ഇന്ത്യ വഴി ഒരു അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി കേരളത്തിന്റെ 3rd റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. പകരം നമുക്ക് ഓൾ ഇന്ത്യയിൽ ഒരു കൗൺസിലിംഗിൽ നമ്മളിപ്പോ മുന്നോട്ട് പോയിട്ടില്ല, 3rd റൗണ്ടിലൊന്നും കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളയുടെ 2nd റൗണ്ടിന് ശേഷം 3rd റൗണ്ടിൽ ചോയ്സ് ഫില്ല് ചെയ്ത് ഇപ്പോൾ ഫൈനൽ അലോട്ട്മെന്റിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അത് കൃത്യമായിട്ട് അതിന്റെ ഷെഡ്യൂളുകൾ മനസ്സിലാക്കി നാം അതിൽ പങ്കെടുത്തുകൊണ്ട് ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക. നമുക്കിനി സ്ട്രേ വേക്കൻസിയെ കുറിച്ചും കേരളയുടെ 3rd റൗണ്ടിനെ കുറിച്ചും വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ ഡേറ്റുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. അലോട്ട്മെന്റ് ലഭിച്ചാൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി. അപ്പോൾ കൃത്യമായി ഈ വർഷത്തെ ഒരു അഡ്മിഷൻ ആഗ്രഹിച്ച് ചോയ്സ് ഫില്ല് ചെയ്ത വിദ്യാർത്ഥികൾ കൃത്യമായി ഈ ഡേറ്റിൽ തന്നെ കോളേജുകളിൽ ജോയിൻ ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച് നേടിയ ആ MBBSൻ്റെയോ BDSൻ്റെയോ BSc നഴ്സിൻ്റെ കോഴ്സുകൾ നന്നായി പഠിച്ച് നല്ല പ്രൊഫൈലിലേക്ക് നല്ല ഡെസിഗ്നേഷനിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എൻട്രൻസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഈ ഒരു ഫൈനൽ റൗണ്ടിൽ പോലും നിങ്ങൾക്കൊരു ക്യാമ്പസ് ലഭിച്ചിട്ടില്ലെങ്കിൽ അവിടെയും നിരാശരാകേണ്ട കാര്യമില്ല. 2026 എൻട്രൻസ് എക്സാമിനേഷൻ കയ്യെത്തും ദൂരത്ത് എത്തിക്കഴിഞ്ഞു. ജെയുടെ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. നീറ്റിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അടുത്ത വർഷത്തെ എക്സാമിനേഷൻ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കെയർ ചെയ്യാനും വിജയം നേടിത്തരാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ആൽഫയുടെ വിവിധ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓൺലൈനായോ ഓഫ്ലൈനായോ പഠിക്കാം. ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.